മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയതിലെ കേന്ദ്ര സർക്കാർ നോട്ടീസിന് മറുപടി നൽകാൻ വഖഫ് ബോർഡ് യോഗം ഇന്ന് നിയമോപദേശം തേടിയ ശേഷം മറുപടി നൽകും. 5 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. മിഥുൻ, പറയൂ. മുനമ്പത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നിരുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് ചില നടപടികൾക്ക് വേണ്ടി മുനമ്പത്ത് നേരത്തെ സമരം അവസാനിപ്പിച്ച ഒരു വിഭാഗം ശ്രമം നടത്തിയെങ്കിലും അതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ നടത്തിയിരുന്നില്ല എന്നുള്ള വിമർശനം നിലനിൽക്കുകയാണ്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കിരൺ റിജിജുവിനെ, അതായത് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവിനെ കത്ത് എഴുതിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന വഖഫ് ബോർഡിനോട് ഈ നടപടിയെ സംബന്ധിച്ച് ഒരു നോട്ടീസ് നൽകുന്നത്. ഇതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിനുള്ള മറുപടി തീരുമാനിക്കാനാണ് ഇന്നത്തെ യോഗം. അത് നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ്. ഏതാണ്ട് 404 ഏക്കർ ഭൂമിയാണ് മുനമ്പത്തെ ഭൂമിയായിട്ടുള്ള അധിനിവേശ ഭൂമിയായിട്ടുള്ള വഖഫ് പോർട്ടലിൽ രേഖപ്പെടുത്തിയത്. അത് അവർ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഏത് അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഏത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള നടപടിയിലേക്ക് തുനിഞ്ഞത് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നതാണ്. അതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ കേന്ദ്രത്തിൻ്റെ നോട്ടീസിന് മറുപടി നൽകുക എന്നുള്ള കാര്യം ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് യോഗം ചേരുകയും ഒപ്പം തന്നെ നിയമോപദേശം തേടിയതിനും അടിസ്ഥാനത്തിലായിരിക്കും കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് വഖഫ് ബോർഡ് നീങ്ങുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വലിയ രീതിയിലുള്ള സമ്മർദ്ദം സംസ്ഥാനത്ത് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മുനമ്പം ജനതയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇത്തരത്തിൽ വഖഫ് ഭേദഗതി നിയമമടക്കം സർക്കാർ പാസ്സാക്കിയിട്ട് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയത്. കേസ് പരിഗണനയിൽ നിൽക്കുന്ന, കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് കൂടി ഇത്തരത്തിൽ ഒരു തിടുക്കപ്പെട്ട ഒരു നടപടി കാണിച്ചതിന് പിന്നിൽ ചില കച്ചവട താല്പര്യങ്ങൾ കൂടിയുണ്ട് എന്നാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് അടക്കം ആരോപിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് നിർണായകമായിട്ടുള്ള യോഗം വഖഫ് ബോർഡ് ചേരുന്നത്. നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു നിലപാടിലേക്ക് എത്തി കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാനാണ് വഖഫ് ബോർഡിന്റെ തീരുമാനം. ശരി മിഥുൻ.